വി ഡി സതീശൻ്റെ നിലപാട് പറച്ചിലൂടെ NSSും SNDPയും ഒന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നവരല്ല എന്നുള്ള ഒരു പൊതു പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാലോ SNDPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞാലോ അങ്ങനെ ആളുകൾ വോട്ട് മാറ്റി ചെയ്യുന്നവരൊന്നും അല്ല എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ പരമപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ, അതും ഒരു 5000-ഉം 10,000-ഉം വോട്ടൊക്കെ പലയിടങ്ങളിലും നിർണായകമായിരിക്കുന്ന ഘട്ടത്തിൽ ആ സാമുദായിക സംഘടനകളെ തങ്ങൾക്ക് എതിരാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കും അഭികാമ്യമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ വി ഡി സതീശൻ്റെ ഈ കാന്തപുരത്തിൻ്റെ വേദിയിൽ നിന്നുള്ള ആ പരാമർശത്തിലൂടെ SNDPയും NSSും ഒക്കെ ഇടഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി വെള്ളാള മഹാസഭ ആ സാമുദായിക സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെയുള്ള ചെറിയ ചെറിയ സാമുദായിക സംഘടനകൾ ആ പിന്തുണയുമായി രംഗത്തെത്തുമ്പോൾ ഈ പറയുന്ന 5000-നും 10,000-നും ഒക്കെ വിധി നിർണ്ണയിക്കുന്ന ഇടങ്ങളിൽ അത് വളരെ നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് UDFന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ബാലികേറാമലയായി നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ സീറ്റുകളിൽ ഇപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം NSSനെയും SNDPയെയും പരിശോധിച്ചാൽ അവർക്ക് നിർണായകമായ സ്വാധീനമുള്ള ഇടങ്ങൾ തന്നെയാണ്. NSS പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ 4 ജില്ലകളിലെയും സീറ്റുകൾ മുഴുവൻ ഒരിടത്തേക്ക് പോകും എന്നുള്ളതല്ല, SNDP പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കുമെന്നുള്ളതല്ല. പക്ഷേ ഇവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്തുകൊണ്ട് ഒരു 5000-ഉം 10,000-ഉം വോട്ടൊക്കെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള കരുത്ത് അവർക്കുണ്ട് എന്ന് ഈ പറയുന്ന അവരെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ആ പ്രസ്താവന, അത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ നേട്ടം ചെറുതല്ല. കായംകുളം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അവർ 2ാം സ്ഥാനത്ത് വരുന്നു. അവിടെ പലയിടങ്ങളിലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതിശക്തമായ നിലയിൽ വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരന്, മറ്റ് 2 പേരും SNDPയിൽ നിന്നുള്ള ആളുകളായിരുന്നെങ്കിലും SNDPയുടെ പിന്തുണ വി മുരളീധരനാണ് എന്നുള്ള ധ്വനി ഉണ്ടായതോടുകൂടി ആ തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. NSSൻ്റെ നിലപാട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമാകുമെന്ന് കരുതിയിരുന്ന ഇടത്താണ് ശശി തരൂർ ഞങ്ങൾക്ക് അനഭിമതനല്ല എന്നുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന ഉണ്ടാക്കുന്നത്. അത് ശശി തരൂരിന് ഉണ്ടാക്കിയ നേട്ടവും ചെറുതല്ല. ഇതൊക്കെ അതിസൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ SNDPക്കും NSSനുമൊക്കെ അത്യാവശ്യം ഒരു മണ്ഡലത്തിൽ ഒരു 10,000 വോട്ടിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള സ്വാധീനം ഇപ്പോഴും ഉണ്ട്. 2 പേരും കൂടി ഒന്നിച്ച് പരിശ്രമിച്ചാൽ ആ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോട്ടയം, എറണാകുളം ഒക്കെ നോക്കുമ്പോൾ വി ഡി സതീശന് സേഫായിട്ട് പറയാം ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാം നിങ്ങളുടെ ഒന്നും സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ, തെക്കോട്ട് വരുമ്പോൾ ആ തെക്ക് നിന്ന് പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേക്ക് തിരികെ വരാനുള്ള ഏക മാർഗമെന്നിരിക്കെ ആ തെക്കൻ കേരളത്തിലെ 39 സീറ്റുകളിൽ 35 എണ്ണവും കൈവശം വെച്ചിരിക്കുന്ന LDFനെ ഭരണത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ അവിടെ ഒരു പകുതിയോളം സീറ്റുകൾ പിടിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ കഠിന പ്രയത്നത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം ഈ തെക്കൻ കേരളത്തിൽ നല്ല സ്വാധീനമുള്ള സാമുദായിക സംഘടനകളെ പിണക്കുന്നത് അത്ര അഭികാമ്യമല്ല തന്നെ. ഇവരൊന്നും ഈ പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇവരൊക്കെ ഇടപെട്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കണം എന്ന് ചിന്തിക്കുന്ന ആളെയല്ല. പക്ഷേ ഇവരൊക്കെ അങ്ങനെ ചിന്തിക്കാനും ഗതി നിർണ്ണയിക്കാനും ഒക്കെ പര്യാപ്തരാണ് എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളവരാണ്. ഒരുപക്ഷെ ഒരു വലിയ അട്ടിമറിക്കൊന്നും സാധ്യതയില്ലെങ്കിൽ പോലും ഒരു കാറ്റിനെ ചെറുതായി ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ ഇവരുടെ നിലപാടുകൾക്ക് സാധിക്കും. ഒരു 5000 വോട്ട് എന്നൊക്കെ പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പരമപ്രധാനമായതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് മാറ്റം, അവരുടെ പരസ്യമായിട്ടുള്ള എതിർപ്പ് അതുണ്ടാക്കുന്ന ഒരു വലിയ ആശയക്കുഴപ്പം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഒന്നും കൂടെ കൂട്ടണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലെങ്കിൽ പോലും ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നുള്ള ചിന്ത എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടാകുന്നത്.